വെൽക്കം ടു ധൻ മലയാളം. ഇന്ന് നമ്മൾ ധനിൻ്റെ വെബ് ഹൂക്ക് ഫെസിലിറ്റിയെ പറ്റി പരിചയപ്പെടാൻ പോവാണ്. ധനിൻ്റെ വെബ് ഹൂക്ക് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക്, അത് ഡെവലപ്പർ സൈറ്റിലൊക്കെ ഉള്ളവർക്കൊക്കെ, ആൽഗോ ട്രേഡിംഗ് മുതലായവർക്കൊക്കെ വെബ് ഹൂക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ട്രേഡ്സ് തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോംസിലൂടെയൊക്കെ നിങ്ങൾക്ക് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് പോലുള്ള പലതരത്തിലുള്ള ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അത്തരക്കാരൊക്കെ നമ്മുടെ ധനിൻ്റെ വെബ് ഹൂക്ക് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഈ ആൽഗോ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. സോ അത്തരക്കാർക്കൊക്കെ ധൻ വെബ് ഹൂക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അതിനോടൊപ്പം തന്നെ ധൻ വെബ് ഹൂക്ക് നമുക്ക് തന്നെ നമ്മുടെ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ധനിൻ്റെ മാത്രമല്ല, ട്രേഡിംഗ് വ്യൂവിൻ്റെ തന്നെ tradingview.com എന്ന് പറയുന്ന ഒരു ചാർട്ട് അനാലിസിസ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ട്രേഡിംഗ് വ്യൂ ചാർട്ട് പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നമുക്ക് ധനിൻ്റെ വെബ് ഹൂക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാം. ഇത് എന്തിന് ഹെൽപ്ഫുൾ ആകും ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും ഫെസിലിറ്റി തന്നെ വെബ് ട്രേഡറിലൂടെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. പിന്നെ എന്തിനാണ് ഒരു വെബ് ഹൂക്കിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ചില ട്രേഡ്സ് ഓട്ടോമേഷൻസിനൊക്കെ നമുക്ക് വെബ് ഹൂക്ക് വളരെ വളരെ ആവശ്യമാണ്. സപ്പോസ് നമ്മളിപ്പോൾ ഒരു പ്രൈസ് നമ്മൾ വെബ് ഹൂക്ക് വഴി നമ്മളൊരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്തു, ആ ഓർഡറിൻ്റെ നമ്മൾ എക്സിറ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചാർട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്ത് നോക്കുന്നവർക്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ നടത്താൻ അറിയുന്നവർക്ക് റിസ്ക് റിവാർഡ് റേഷ്യോസ്, അല്ലെങ്കിൽ നമ്മൾ മൂവിങ് ആവറേജ് ലെവലിന് എനിക്ക് എക്സിറ്റ് ആകണം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ടാർഗറ്റ് റീച്ച് ആകുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ആകണം എന്ന് നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ തന്നെ നമുക്കത് സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ അത്തരത്തിലുള്ള ഫെസിലിറ്റിയാണ് ധനിൻ്റെ വെബ് ഹൂക്ക് വഴി നമുക്ക് ലഭ്യമാകുന്നത്. അതിന് എങ്ങനെ നമുക്ക് സാധ്യമാക്കും എന്നുള്ള വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. ഓക്കെ, സോ എല്ലാവരും നമുക്ക് സ്ക്രീനിലേക്ക് കടക്കാം. ലെറ്റ്സ് ബിഗിൻ. ഓക്കെ മെമ്പേഴ്സ്, സി ധൻ വെബ് ഹൂക്കിനെ പറ്റി നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യം കാണാൻ കഴിയുന്നത് ധനിൻ്റെ നമ്മുടെ വെബ് ട്രേഡർ പ്ലാറ്റ്ഫോം, നമ്മളെ വെബിൻ്റെ പ്ലാറ്റ്ഫോം ഇവിടെ ലഭ്യമാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതാണ് വെബ് ഹൂക്ക് വഴി നിങ്ങൾക്ക് ഓർഡേഴ്സിൽ നിങ്ങളുടെ വെബ് ഹൂക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇൻ്റഗ്രേഷൻ പ്രോസസ്സാണ് ആദ്യം ചെയ്യേണ്ടുന്നത്. ഏത് ഇൻ്റഗ്രേഷൻ? വെബ് ഹൂക്ക് എടുത്തിട്ട് അത് ട്രേഡിംഗ് വ്യൂവിൽ കൊണ്ടുപോയി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിനെന്താ വേണ്ടത്? ഓർഡേഴ്സ്. ഏറ്റവും ടോപ്പിലുള്ള മെനൂസിൽ നമുക്ക് ഓർഡേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ടുഡേ, സൂപ്പർ ഓർഡർ, ഫ്ലാഷ് ഓർഡർ, ബാസ്ക്കറ്റ്സ്, 4 hour ഓർഡർ, SIPs. SIP പറ്റിയൊക്കെ അറിയാത്തവർക്ക് ഞാൻ പ്രീവിയസ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ SIP ഒക്കെ എങ്ങനെ നമുക്ക് വിത്തൗട്ട് കമ്മീഷൻസോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ SIP ഒക്കെ എങ്ങനെ ചെയ്യാം, അത് ഈക്വിറ്റീസിലാണെങ്കിലോ ETFസിലാണെങ്കിലോ കമ്മോഡിറ്റീസിലാണെങ്കിലോ ഓപ്ഷൻസിലാണെങ്കിലോ എല്ലാം, നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് SIPയുടെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണണം. ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും. ഒരുപാട് പേരുടെ അജ്ഞത മാറിയിട്ടുണ്ടാവും. പലർക്കും അറിയത്തില്ല SIP ഫെസിലിറ്റി നമുക്ക് നമ്മുടെ ധനിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഡെയിലിയിലോ വീക്കിലിയോ മന്ത്ലി ബേസിസ് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എത്രയാണോ ഫിക്സഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഉപയോഗിച്ചോ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് നമുക്ക് ഉപയോഗിച്ചോ, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് SIP ചെയ്യാം. ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ കാണണം. മസ്റ്റായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. സോ ഇപ്പോൾ നമ്മൾ വെബ് ഹൂക്കിലേക്ക് പോവാണ്. അപ്പോൾ വെബ് ഹൂക്ക് ഇതാ ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഓർഡേഴ്സിൽ വെബ് ഹൂക്ക്. വെബ് ഹൂക്കിൽ ഫസ്റ്റ് ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? ഡിഫറെൻറ്റ് മെത്തേഡ്സ്. നമുക്ക് ഏതാണ്ട് 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രേഡിംഗ് നമുക്ക് വെബ് ഹൂക്ക് വഴി ചെയ്യാം. ഒന്ന് ഓപ്ഷൻ ട്രേഡിംഗ് വെബ് ഹൂക്ക് വഴി ചെയ്യാം, ഫ്യൂച്ചേഴ്സ് വെബ് ഹൂക്ക് വഴി ചെയ്യാം, ഈക്വിറ്റീസ് വെബ് ഹൂക്ക് വഴി ചെയ്യാം, കമോഡിറ്റീസ് വെബ് ഹൂക്ക് വഴി ചെയ്യാം. അതിൻ്റെ ഈ നമ്മൾ പറഞ്ഞ ഓപ്ഷൻ, ഫ്യൂച്ചേഴ്സ്, ഈക്വിറ്റീസിൽ തന്നെ മൾട്ടി സെഗ്മെന്റ്സ് നമുക്ക് ഒരുമിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ ഒരു ഓപ്ഷനും ഒരു ഫ്യൂച്ചറും ഒരുമിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണോ, അതും നിങ്ങൾക്ക് വെബ് ഹൂക്ക് വഴി നിങ്ങൾക്ക് ഇവിടെ നിന്ന് വെബ് ഹൂക്കിൽ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ട്രേഡിംഗ് വ്യൂവിൽ കൊണ്ടുപോയിട്ട് അവിടെ നിങ്ങൾക്ക് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ബാസ്ക്കറ്റ് ഓർഡേഴ്സ്, നമ്മൾ ഓൾറെഡി ബാസ്ക്കറ്റിൽ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാനും വെബ് ഹൂക്ക് വഴി സാധിക്കും. സോ അതിനിപ്പോൾ ആദ്യം വേണ്ടുന്നത് എന്താണ്? നമ്മൾ വെബ് ഹൂക്കിൻ്റെ ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് മാനേജ് സ്റ്റാറ്റസ് ഓഫ് വെബ് ഹൂക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റാറ്റസ് ഫോർ വെബ് ഹൂക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ആക്റ്റീവിലാണ്. അവിടെ നിങ്ങൾ മാനേജ് കൊടുക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഇനാക്റ്റീവ് എന്ന് കാണും, അവിടെ നിങ്ങൾ ആക്റ്റീവ് കൊടുക്കുക.
ആക്റ്റീവ് കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു URL കാണും കേട്ടോ. ഈ URL ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. അങ്ങനെ നിങ്ങൾ ഇവിടെ ജനറേറ്റ് URL എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു URL ക്രിയേറ്റ് ആകും. ആ URL ടോക്കൺ വാലിഡിറ്റി, URL എന്ന് പറയുന്നത് ഇതിനൊരു ടോക്കൺ ആണ്. എവിടെയൊക്കെയാണ് നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ നിന്ന് ധനിലേക്കുള്ള കണക്ഷനെയാണ് ഈ പറയുന്ന ടോക്കൺ എന്ന് പറയുന്നത്. നമ്മുടെ ലാംഗ്വേജിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു URL ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ നിന്നും ധനിലേക്ക് എക്സിക്യൂഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അതിൻ്റെ പാത്താണ്. അപ്പോൾ അതിന് തന്നെ വാലിഡിറ്റി ഉണ്ട്. നോർമലി അത് ധൻ റെക്കമെൻഡ് ചെയ്യുന്നത് 24 hours കഴിയുമ്പോൾ നിങ്ങൾ URL മാറ്റിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. മാക്സിമം നമുക്ക് എത്ര പീരീഡ് വരെ ഒരു URLനെ നമുക്ക് പീരീഡ് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ 7 days ഉണ്ട്, 15 days ഉണ്ട്, 30 days വരെ വാലിഡിറ്റി ഉണ്ട്. സോ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ 24 hours ഒരു വെബ് ഹൂക്ക്, അതിനർത്ഥം എന്താണ്? ഈ പറയുന്ന ലിങ്ക് എന്ന് പറയുന്നത്, അതായത് ഈ പാത്ത് 24 hours വാലിഡിറ്റിയേ ഉള്ളൂ. നമ്മൾ എപ്പോൾ ജനറേറ്റ് ചെയ്യുന്നു അത് മുതൽ 24 hours. ആ 24 hours കഴിയുമ്പോൾ ആ ടോക്കൺ അവസാനിക്കും, അല്ലെങ്കിൽ അത് ആ ഒരു പാത്ത്, ആ ഒരു ടോക്കണിന്റെ വാലിഡിറ്റി കഴിയും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും വിഷമിക്കാനില്ല. ഒന്നുകിൽ നിങ്ങൾ 30 ഇനി പുതുതായിട്ട് ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് എവിടെ വരിക, വെബ് ഹൂക്ക് എടുക്കുക, ഈ സ്റ്റാറ്റസ് പോവുക, അവിടെ ഇപ്പൊ ഹൈഡ് എന്ന് കാണിച്ചിരിക്കുന്നത്, അപ്പൊ മാനേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകും. അവിടെ നിങ്ങൾക്ക് വെബ് ഹൂക്ക് എടുക്കുക, നിങ്ങൾക്ക് വീണ്ടും അതിന്റെ വാലിഡിറ്റി കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ കോപ്പി ചെയ്യുക. ഇത് ഈ URL ഞാനിപ്പോൾ കോപ്പി ചെയ്തു. ഇനി നമ്മൾ എവിടെ പോകണം? നേരെ നമ്മുടെ ട്രേഡിംഗ് വ്യൂവിലേക്ക് പോവാം. ട്രേഡിംഗ് വ്യൂവിൽ ഇവിടെ എന്താണുള്ളത്? ട്രേഡിംഗ് വ്യൂ ഇപ്പോൾ അതാ നോക്കൂ, നിഫ്റ്റിയുടെ ട്രേഡിംഗ് വ്യൂ കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എനിക്ക് വെബ് ഹൂക്ക് വഴി എനിക്ക് ഇതിന്റെ ഓർഡർ ഇനിഷ്യേറ്റ് ചെയ്യണം, സേ ഫോർ എക്സാമ്പിൾ. അപ്പോൾ അതിന് ആദ്യം വേണ്ട എന്താണ്? ട്രേഡിംഗ് വ്യൂവിനെ നമുക്ക് നിഫ്റ്റി നമ്മുടെ ധനുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കണ്ടേ? അപ്പോൾ അതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ അലേർട്ട് എന്ന് പറയുന്ന ട്രേഡിംഗ് വ്യൂവിൽ ഏറ്റവും ടോപ്പിലായിട്ട് അലേർട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. അലേർട്ട് ക്ലിക്ക് ചെയ്യാം. അലേർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും അവസാനം നോട്ടിഫിക്കേഷൻ എന്നൊരു ബട്ടൺ ഉണ്ട്, കണ്ടോ? നോട്ടിഫിക്കേഷൻ എന്നൊരു മെനു കാണാം. നോട്ടിഫിക്കേഷനിൽ നോട്ടിഫൈ ഇൻ ആപ്പ്, ഷോ ടോസ്റ്റ് നോട്ടിഫിക്കേഷൻ, സെൻഡ് ഇമെയിൽ, ദെൻ താഴെ വെബ് ഹൂക്ക്. കണ്ടോ, ഇവിടെ ഞാൻ അൺടിക്ഡ് ആണ് ഇപ്പൊ നിൽക്കുന്നത്. ഞാൻ അതിലിപ്പോൾ ടിക്ക് ചെയ്തു. ടിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്? ഒരു ബോക്സ് ഓപ്പൺ ആകുന്നുണ്ടോ? ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫീൽഡ് ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ലിങ്ക്, നമ്മളവിടെ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് കൊടുക്കുക. Ctrl+V കൊടുത്ത്, Ctrl+C കോപ്പി ആണ്, അത് ഓൾറെഡി നമ്മളവിടെ കോപ്പി കൊടുത്തു. ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? Ctrl+V പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ബോക്സിൽ നമ്മൾ അവിടെ കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ആകും. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളിവിടെ ക്രിയേറ്റ് കൊടുക്കുക. സിമ്പിൾ ക്രിയേറ്റ്. അപ്പോൾ നമ്മുടെ വെബ് ഹൂക്ക് ക്രിയേറ്റ് ആയി. ഇനി നോക്കൂ, അലേർട്ടിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ വെബ് ഹൂക്ക് ഇവിടെ എപ്പോഴും ആ 24 hours വാലിഡിറ്റിയുള്ള ലിങ്ക് ആയിരിക്കും ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് അതിനെ 30 days വാലിഡിറ്റി ആക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ പോയിട്ട് വീണ്ടും പുതിയൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് 30 days വാലിഡിറ്റി കൊടുത്തിട്ട് അതിനെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 30 daysലേക്ക് ഇത് വാലിഡ് ആയിരിക്കും. ഓക്കെ, ഇത്ര കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. മുന്നോട്ട് പോവാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടുന്ന എന്താണ്? എങ്ങനെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതേമാതിരി നമ്മൾ തിരിച്ച് വീണ്ടും വരുന്നു. തൊട്ട് താഴെ എന്തൊക്കെയാണ്? ഓപ്ഷൻ ട്രേഡിംഗ് ഫെസിലിറ്റി ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാം, ഇക്വിറ്റീസ് ട്രേഡ് ചെയ്യാം, കമോഡിറ്റീസ്, മൾട്ടി സെഗ്മെന്റ്, ഇതിന്റെ തന്നെ ഡിഫറെന്റ് സെഗ്മെന്റ്സ് നമുക്ക് ട്രേഡ് ചെയ്യാം. പിന്നെ ബാസ്ക്കറ്റിൽ നമ്മൾ ഓർഡേഴ്സ് വല്ലതും സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് അതിന്റെ ട്രേഡ്സ് നമുക്ക് ട്രേഡിംഗ് വ്യൂ വഴി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ അതിലിപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് ഇവിടെ ഇതിപ്പോൾ ഓപ്ഷൻ ട്രേഡിംഗ് നമുക്ക് എന്ത് ചെയ്യണം? ആഡ് സ്ക്രിപ്റ്റ്. ഈ ബട്ടൺ കണ്ടോ? ആഡ് സ്ക്രിപ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ പ്രസ് ചെയ്യുക. ആഡ് സ്ക്രിപ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഓപ്ഷൻസ് കാണിക്കുന്നത്? നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സ്, അങ്ങനെ ഒത്തിരി ഇൻഡെക്സ് ഓപ്ഷൻസ് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്കിവിടെ ഡിസ്പ്ലേ ആകും. അതിൽ നമുക്കിപ്പോൾ എന്താ ചെയ്യാം? ഞാനിപ്പോൾ ഇവിടെ എടുത്തു, ആഡ് സ്ക്രിപ്റ്റ് കൊടുത്തു. ആഡ് സ്ക്രിപ്റ്റിൽ നിഫ്റ്റി 50 കൊടുത്തു. നോക്കൂ, നിഫ്റ്റി 50ൽ തന്നെ എന്താണ് ഇവിടെ എന്താ കാണിക്കുന്നത്? ആദ്യം ബൈ ആണ് ഓൾറെഡി സെലക്ട് ആയിരിക്കുന്നത്, ബൈ സെലക്ട് ആയിരിക്കുന്നു. എനിക്ക് വേണം സെല്ല് ചെയ്യണോ? സെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലായിട്ട് മാറും. ദെൻ ഇൻസ്ട്രുമെന്റ് ഏതാണ്? നിഫ്റ്റി ആണ്. നിഫ്റ്റി ഓട്ടോമാറ്റിക്കലി നിഫ്റ്റി കൊടുത്തത് കൊണ്ടാണ് നിഫ്റ്റി വന്നത്. ഇതെന്താണ്? എക്സ്പയറി 28 October കാണിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഏറ്റവും നിയറസ്റ്റ് എക്സ്പയറി മാത്രമേ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് വരത്തുള്ളൂ. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ എക്സ്പയറീസ് ഇവിടെ നിങ്ങൾക്ക് ഡിഫറെന്റ് എക്സ്പയറീസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം.
ഓക്കെ. ഇനി സ്ട്രൈക്ക് പ്രൈസ് ഓൾസോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് മാറ്റി. ഇതിലിപ്പോൾ എത്രയാ 25,850 എന്നൊരു സ്ട്രൈക്ക് പ്രൈസ് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ അത് ഏത് ടൈപ്പാണ് ഓപ്ഷൻ, ഇതിപ്പോൾ കോൾ ഓപ്ഷൻ ആണ്. ഇത് കോൾ ഓപ്ഷന്റെ എന്താണ് ബൈ ആ കിടക്കുന്നത്. അപ്പൊ ഇത് സെല്ല് മാറ്റി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? കോൾ ഓപ്ഷന്റെ സെല്ലായിട്ട് മാറും. അതാണ് ഇതിന്റെ ഇപ്പൊ ഓപ്ഷൻ ടൈപ്പ്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കൂ. കോള് പകരം പുട്ടാക്കുകയാണെങ്കിൽ അവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ ഇപ്പൊ പി എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ട് ഓപ്ഷൻ. അപ്പൊ പുട്ട് ഓപ്ഷൻ വന്നു. ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ പുട്ട് ഓപ്ഷൻ വാങ്ങാം, അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ. ഇതൊക്കെ നിങ്ങൾ അറിയുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യണം. തെറ്റിപ്പോ ചുമ്മാ ഏതെങ്കിലും ഒരു ഓപ്ഷൻ വാങ്ങരുത്. ഇൻ ദ മണി, ഔട്ട് ദ മണി, ഔട്ട് ഓഫ് ദ മണി ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓപ്ഷൻ പഠിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. പഠിക്കാത്തവർക്ക് തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് ദന്ന് വഴി പഠിക്കാം. ഓക്കെ. സോ അടുത്തത് എന്താണ്? പ്രോഡക്റ്റ് ടൈപ്പ്. ഏത് തരത്തിൽ നമുക്ക് ഇൻട്രാഡേ വേണോ, ഡെലിവറി വേണോ, അല്ലെങ്കിൽ ഡെലിവറി എന്ന് പറയുന്നത് നോർമൽ ട്രേഡ്. നോർമൽ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പയറി ഡേ വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. ഇൻട്രാഡേ ആണെങ്കിൽ അന്നത്തെ ദിവസം ക്യാൻസൽ ആവുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്? ക്വാണ്ടിറ്റി, നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ്. എത്ര ക്വാണ്ടിറ്റി വേണം? 1 ലോട്ട് വേണോ, 2 ലോട്ട് വേണോ, 10 ലോട്ട്, എത്രയാണെങ്കിലും യു ക്യാൻ പ്ലേസ് ദാറ്റ് ഓർഡർ ഇന്ന ക്വാണ്ടിറ്റി ഫീൽഡ് ഇവിടെ ചെയ്യാം. മാർക്കറ്റിൽ വേണോ, അല്ലെങ്കിൽ ലിമിറ്റിൽ വേണോ, അതെന്താണ്? പ്രീമിയത്തിന്റെ ഏത് പോയിന്റിൽ വേണം എന്നുള്ളത്. മാർക്കറ്റ് മാറ്റിയിട്ട് നമുക്ക് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിവിടെ നമുക്ക് ആ ലിമിറ്റ് പ്രൈസ് എത്രയാണെന്ന് അറിയുന്നെങ്കിൽ നമുക്കത് എൻട്രി ചെയ്യാം. ഇതിപ്പോൾ മാർക്കറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്തു. ഇനി എന്താ വേണ്ടത്? ഇത്രയും ഫീൽഡ് നമ്മൾ ഫില്ല് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് ജേസൺ. കണ്ടോ? ക്രിയേറ്റ് ജേസൺ എന്ന് പറഞ്ഞൊരു ഒരു ടാബ് നിങ്ങൾക്ക് കാണാൻ കഴിയും, വ്യക്തമായിട്ട് കാണാൻ കഴിയും അല്ലേ? അപ്പൊ ക്രിയേറ്റ് ജേസണിൽ എന്ത് ചെയ്യാം? ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു ജേസൺ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു കോഡ് ക്രിയേറ്റ് ആയി. എന്താണ് ജേസൺ? ജേസൺ പേരെന്ന് ഒരു ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനം. നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എന്തിനെ പറ്റി? നിഫ്റ്റി 28 ഒക്ടോബർ 25,850 സ്ട്രൈക്ക് പ്രൈസ്, കോള്, ഇൻട്രാഡേ, അത് എന്ത് ചെയ്യണം? ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആകണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. ഒരു പ്രോഗ്രാമിംഗ് കോഡ്. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ കൂടുതലൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. ആസ് എ ട്രേഡർ നമ്മൾ ഇതൊന്നും അറിയേണ്ട കാര്യം. ക്രിയേറ്റ് ജേസൺ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? കോപ്പി ജേസൺ ഒബ്ജക്റ്റ്. ഇതിന്റെ ഈ ഫീൽഡിലുള്ള സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു കോപ്പി കൊടുത്തു. സിമ്പിൾ. കോപ്പി കൊടുത്തു. ഇനി അടുത്ത് എന്താ വേണ്ടത്? നമ്മളിത് ഏതാ എടുത്തിരിക്കുന്നത്? നിഫ്റ്റിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ട്രേഡിംഗ് വ്യൂയിലേക്ക് പോയിട്ട് നമ്മൾ ഏത് ഇൻസ്ട്രുമെന്റിനെയാണോ നമ്മൾ ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ ഉപയോഗിക്കുന്നത്, ആ ഇൻസ്ട്രുമെന്റ് തന്നെ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഏതാണ്? നിഫ്റ്റിയാണ് അല്ലേ? അപ്പൊ നിഫ്റ്റിയുടെ മാർക്കറ്റ് ഓർഡറിൽ നമുക്ക് പ്ലേസ് ആകണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡറാണ് നമുക്ക് ഇതിലേക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സിമ്പിൾ ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുക? അലേർട്ടിൽ പോവുക. അലേർട്ടിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ ഓൾറെഡി വെബ് ഹൂക്ക് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ദെൻ കംസ് ടു മെസ്സേജ്. മെസ്സേജിൽ എന്ത് ചെയ്യുക? ഇവിടെ ഈ മെസ്സേജിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ കോപ്പി ചെയ്ത് Ctrl+V കൊടുക്കുക. ആ ജേസൺ സ്ക്രിപ്റ്റ് എടുത്തതിന് നമ്മൾ ഇവിടെ കോപ്പി ചെയ്തു. അതിന് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? അലേർട്ടിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നെയിം കൊടുക്കാം. നിഫ്റ്റി ബൈ ഇൻട്രാഡേ, നിഫ്റ്റി എന്നോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് അവിടെ കൊടുക്കാം. അല്ലെങ്കിൽ അലേർട്ടിന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള സംഭവം കൊടുക്കുന്നു. അത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? ഇത്രയേ ഉള്ളൂ. ഇത്രയും പണി കഴിഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ മാർക്കറ്റ് നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിഫ്റ്റി എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഇവിടെ ഇങ്ങനെ വരും. ഇനി അടുത്തൊരു ബെനിഫിറ്റ് എന്താണ്? ഇതിനെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്യാൻ. കുറച്ച് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് മേൽപോട്ടേക്ക് പോകും. ലൈവ് മാർക്കറ്റിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഏത് പൊസിഷനിലാണോ മാർക്ക് ചെയ്യേണ്ടുന്നത് ആ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് കൊടുത്തതിനെ മൂവ് ചെയ്യാനും സാധിക്കും. ദാറ്റ് ഈസ് അനദർ പോയിന്റ്. സോ നമ്മളിപ്പോൾ ഇത് ഇവിടെ നിന്ന് ഡിലീറ്റ്, അത് പുതിയൊരു ഓർഡർ. ഇതിനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തു. ഇത് നമ്മൾ കൊടുത്ത അതേ നേരത്തെ കൊടുത്ത അതേ ഓർഡർ ഇവിടെ റെഡി ആയിരിക്കുവാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയം തന്നെ അത് എക്സിക്യൂട്ട് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഓർഡർ എക്സിക്യൂട്ട് ആയി. ഇൻസ്റ്റന്റ്ലി നമ്മുടെ ഇതിൽ നിന്ന് തന്നെ, നമ്മുടെ നിഫ്റ്റിയുടെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി കംസ് ടു നമുക്കൊരു ഇക്വിറ്റി ആണ് എടുക്കുകയാണെങ്കിലോ, നമ്മൾക്കിപ്പോൾ നേരെ തിരിച്ചു വരിക. നേരെ വീണ്ടും ഇവിടെ വരിക. നമ്മൾ വെബ് ഹൂക്കിലേക്ക് പോവുക. ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. വെബ് ഹൂക്കിൽ പ്ലേസ് ചെയ്യുക. വെബ് ഹൂക്കിൽ നമുക്ക് ഇവിടെ എന്തൊക്കെ കാണാൻ കഴിയും? നമുക്ക് ഒരു ഇക്വിറ്റി ട്രേഡിലേക്ക് നമുക്ക് പോകണം. ഇക്വിറ്റി ട്രേഡിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇക്വിറ്റി സെലക്ട് ചെയ്യുക. ആഡ് സ്ക്രിപ്റ്റ് കൊടുക്കുക. ആഡ് സ്ക്രിപ്റ്റ്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റോക്സിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമുക്ക് പറയാം. ഇപ്പോൾ BEML, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്, BEML എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കാണ്.
ഞാൻ എന്താ BEML എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വന്നു ഉണ്ടോ, BEML, NSE, BSE, ലാൻഡ് അസറ്റ് BEML അസോസിയേറ്റഡുള്ള മറ്റ് സ്റ്റോക്സും വന്നു. എനിക്ക് വേണ്ടത് NSEയുടെ സ്റ്റോക്ക്, ഞാനിവിടെ ആഡ് കൊടുത്തു. നോക്കൂ, BEML ആഡ് ചെയ്തു. സെഗ്മെന്റ് എന്താണ്? ഈക്വിറ്റി ആണ്. അതിൽ നിന്നാണ് ഇൻട്രാഡേ വേണോ? ഇൻട്രാഡേ. എനിക്ക് ഡെലിവറിയാണ് വേണ്ടത്. ഡെലിവറി ഒരു ലോട്ട് മാർക്കറ്റിലല്ല, എനിക്ക് ലിമിറ്റ് പ്രൈസിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആദ്യം ഇതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? BEMLന്റെ ചാർട്ട് ഓപ്പൺ ചെയ്യണം. BEMLന്റെ ചാർട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BEML ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയിലാണ് നിൽക്കുന്നത്? നമുക്കിവിടെ നോക്കിയാൽ അറിയാം, കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് 4395. അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മേൽപോട്ടേക്ക് പോകുമെന്നാണ് നിങ്ങളുടെ വ്യൂ എങ്കിലോ നിങ്ങൾക്ക് 4546 മുകളിൽ ഇപ്പം 395 ഇരിക്കുന്നു. 4546 എന്നുള്ളത് 4550. അപ്പോൾ ഇതിന് മേളിൽ പോയാൽ ഉറപ്പായിട്ടും മേളിലേക്ക് പോകുന്നൊരു വ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ 4550 എന്ന് പറയുന്നതാണ് നമ്മളുടെ എൻട്രി പോയിന്റ് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ. അപ്പോൾ അസ്യൂം ചെയ്തിട്ട് ഞാനിവിടെ എൻ്റെ പ്രൈസ് എന്താണ്? ഇവിടെ മാർക്കറ്റ് പ്രൈസിന് പകരം ഞാൻ എന്ത് പറയുന്നു? ലിമിറ്റ് പ്രൈസ് 4550 എന്ന് പറയുന്ന ലിമിറ്റ് പ്രൈസിൽ ഞാൻ എനിക്ക് ആ ടൈമിൽ എനിക്ക് ഈ ഓർഡർ എക്സിക്യൂട്ട് ആകണം എന്ന് പറഞ്ഞ് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ JSON ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് JSON നമ്മൾ ക്ലിക്ക് ചെയ്തു, JSON ക്രിയേറ്റ് ചെയ്തു, കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരെ ഇവിടെ വരുന്നു, ട്രേഡിംഗ് വ്യൂവിൻ്റെ ഇതിൽ വന്നു. ഓൾറെഡി നമ്മൾ അലേർട്ടിൽ പോവുക. അലേർട്ടിൽ നമ്മൾ നോട്ടിഫിക്കേഷനിൽ പോയി എപ്പോഴും നമ്മൾ ലിങ്ക് നോക്കേണ്ട കാര്യമില്ല. അത് 30 ഡേയ്സിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാസം കഴിയുമ്പോൾ അതിനെ പുതുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ജോലി. പുതിയൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക, ആഡ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. 1 ഡേ ആണെങ്കിൽ നിങ്ങൾ 1 ഡേ, 5 ഡേയ്സ് ആണെങ്കിൽ 7 ഡേയ്സ്, 25 ഡേയ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ഡേറ്റ്സ് അതിൽ കൊടുത്തിരിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക വെബ് ഹൂക്ക് ലിങ്ക് പുതുക്കാം. ഇത് തന്നെ നിങ്ങൾ ഇതേ വെബ് ഹൂക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വല്ല ആൽഗോ, നിങ്ങൾ ആരെങ്കിലും ആൽഗോ ട്രേഡേഴ്സ് സമീപിച്ചിട്ട് നിങ്ങൾ ആൽഗോ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇത്തരം എന്താ പറയുക വെബ് ഹൂക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. ഓക്കെ, അവിടെ അത് നിങ്ങൾ വേറെ രീതിയിൽ, അത് നമുക്ക് ഇനിയൊരു ദിവസം അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ട്രേഡിംഗ് വ്യൂ ആയിട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നു, ഇതിന് മെസ്സേജ് ഇവിടുത്തെ ഞാൻ മെസ്സേജ് വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഞാൻ ഈ മെസ്സേജ് റീപ്ലേസ് ചെയ്തിട്ട് ഈ മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ ഏത് സെഗ്മെൻറ്റിലാണ് പോകുന്നത്? നമുക്കിപ്പോൾ മാർക്കറ്റിന് പകരം ലിമിറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. സോ എത്രയാണ്? 4395 എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റിൽ നമ്മളിവിടെ ഇത് കൊടുത്തു. നമ്മുടെ പ്രൈസ് എത്രയാണ്? നമ്മുടെ പ്രൈസ് 4550 എന്നുള്ള ഓർഡറിലാണ് നമ്മൾ നമ്മുടെ ലിമിറ്റ് കൊടുത്തേക്കുന്നത്. ഒരിക്കൽ കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, ലിമിറ്റ് കറക്റ്റ് ആണോ? 4550. ഓക്കെ, 4550 നമ്മൾ JSON ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നേരെ ട്രേഡിംഗ് വ്യൂവിൽ ആ ഒരു പ്രൈസ് എത്തുമ്പോഴേക്കും അവിടുന്ന് ട്രിഗർ ആകും. ഓക്കെ, ദിസ് ഈസ് ഹൗ വെബ് ഹൂക്ക് വിൽ വർക്ക്. ഇതേമാതിരി നമുക്ക് കമ്മോഡിറ്റീസിൽ ട്രേഡ് ചെയ്യാം. മൾട്ടി സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടി സെഗ്മെന്റ് ഒരേ സമയം തന്നെ നോക്കൂ, ഓപ്ഷൻസിലും ചെയ്യാം, ഫ്യൂച്ചേഴ്സിലും ചെയ്യാം. രണ്ടും നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഇതേമാതിരി മൾട്ടിപ്പിൾ ലെഗ്സ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ആഡ് ചെയ്യാം. ഇനി വീണ്ടും ഒന്നും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വീണ്ടും ആഡ് ചെയ്യാം. കണ്ടോ, ഒരേ സമയം തന്നെ ഒന്നിലധികം ട്രേഡ്സ് നിങ്ങൾക്ക് ഒരേ സമയം ട്രേഡിംഗ് വ്യൂ വഴി നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അതിൽ തന്നെ സെഗ്മെന്റ് വൈസ് നിങ്ങൾക്ക് പലതരത്തിലുള്ള സെഗ്മെന്റ്സ് ഡിവൈഡ് ചെയ്ത് ചെയ്യാം. ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക്, ഈ പറയുന്ന ആൽഗോ പോലുള്ള സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നവർ, ട്രേഡിംഗ് വ്യൂ ഒക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആകും. വെബ് ഹൂക്ക് വളരെ എന്താ പറയുക നമ്മുടെ ട്രേഡേഴ്സിൻ്റെ ഇടയിൽ ഒത്തിരി എന്താ പറയുക പ്രാബല്യത്തിലുള്ളതാണ്. അത് മാത്രമല്ല, അത് ആർക്കും വേണ്ടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, സ്കാൽപ്പിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വെബ് ഹൂക്ക് വളരെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലാണ് ആക്റ്റീവ് ആകുന്നത്. ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബേസിക് ആയിട്ടുള്ള ബിഗിനേഴ്സ്, തുടക്കക്കാർക്കൊക്കെ നിങ്ങൾ ഇത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. കുറച്ചുകൂടെ നല്ല എക്സ്പീരിയൻസ്ഡ് ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെബ് ഹൂക്കിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് വരും. പിന്നെ നിങ്ങൾ ആൽഗോ പോലുള്ള സംഭവങ്ങൾക്കൊക്കെ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വെബ് ഹൂക്ക് ആവശ്യം വരും. സോ ഇങ്ങനെയും സംവിധാനം തന്നെ നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ള വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് നിങ്ങളിത് കാണണം. കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഞങ്ങൾ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. ധനിൻ്റെ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള വീഡിയോസ് ഫോർ ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. മുന്നേയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വീഡിയോസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ കാണണം. ബിഗിനേഴ്സ് തീർച്ചയായിട്ടും ഇത്തരം വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കണം. സോ ഒന്നുകൂടി ഞാൻ പറയുന്നു,
ഐ എം ജയകൃഷ്ണൻ. ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. നിങ്ങളുടെ സംശയങ്ങളും, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സംശയങ്ങൾ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ട്രേഡ് റെസ്പോൺസിബിളി. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.